അപ്പം ഈ ഉമ്മ അതിൽ കുറച്ച് ഇതായെന്ന് വെച്ചിട്ട് അതിലെന്താണ് ഇവൻ ഇത്ര ഈഗോ തോന്നാനുള്ള പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം വരാത്ത അത് ഞാൻ ഇത് ക്ലിയർ ആയിട്ട് പറയാൻ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ 90 വീഡിയോകൾ ഉമ്മ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തെ അവർ കമന്റെങ്കിലും ഇട്ടുണ്ടോ നോക്കുക. എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് ആരുമായിട്ട് ചെയ്തില്ല. എൻ്റെ ഇത് പെറ്റതള്ളയാണ്. ഇവരുടെ കൂടെ തന്നെ എപ്പോഴും എപ്പോഴേലും ചെയ്യും. ഞാൻ ഉമ്മയുടെ വീഡിയോ ചെയ്തതിന് അവൻ ടൂർ പോയ സമയത്ത് എനിക്ക് വീഡിയോ ഇടാൻ ഓപ്ഷൻ ഇല്ലാതിരുന്ന സമയത്താണ് ഞാൻ ഉമ്മയുടെ വീഡിയോ വെറുതെ എടുത്തിട്ട് വഴി മറന്ന് അത് ഇതെന്നൊക്കെ പറയുന്നത്. ഞാനൊരു ഫോൺ മേടിച്ച് മൈക്ക് മേടിച്ച് ഞാനാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, കണ്ടന്റ് ഉണ്ടാക്കുന്നതല്ല ഞാൻ. പക്ഷേ ഇതുപോലെ ഒരു കമന്റ് വന്ന് ചോദിച്ചപ്പോഴത്തേന് പുള്ളിക്കാരനാണെങ്കിൽ ആരോടോ എന്തോ റോങ് ആയിട്ട് എന്നെ പറ്റി സംസാരിക്കുന്ന ഒരു കമന്റ് ഞാനത് കാണുകയും അതിന് ഞാൻ റിപ്ലൈ കൊടുക്കുകയും അങ്ങനെ ആ കമന്റ് ബോക്സിൽ ഞാനും സർജു തമ്മിൽ ഫൈറ്റ് നടക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പിന്നെ ഈ ഒരു 2 മാസം ഏകദേശം ഒരു 1.5 മാസം കൊണ്ട് സർജു എന്നെ ബ്ലോക്ക് ആക്കിയേക്കുവാണ് വാട്സപ്പിലൊക്കെ. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അവർ പറഞ്ഞ് പരത്തിക്കൊണ്ട് നടക്കുന്നത് എനിക്ക് 20,000 രൂപയ്ക്ക് അക്കൗണ്ടിൽ പൈസ വന്നപ്പോൾ 20,000 രൂപ എനിക്ക് തന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ മൊത്തം ആകെ ഒന്ന് പരക്കെ പരത്തിയായിരുന്നു. പക്ഷേ ഞാനത് നേരെ ഡയറക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നോട് പറഞ്ഞ ആളെ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തി തരാം, അതിനെനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ പറഞ്ഞ് പരത്തുമ്പോഴത്തേനും ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുത്തുമ്പോഴത്തേനും ഓർക്കുക. പിന്നെ മെയിനായിട്ട് ഞാനാണെങ്കിൽ ഇവരുടെ തെറ്റാൻ കാരണം വേറൊന്നുമല്ല. ഒരു ദിവസം എനിക്കൊരു പ്രശ്നം വരുമ്പോഴത്തേനും എൻ്റെ കൂടെ നിൽക്കുന്നതാണ് ചേട്ടനായാലും മൂത്തമ്മയായാലും കൂട്ടുകാരായാലും ആരായാലും ഓക്കെ. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ആദ്യം അവരുടെ കടയിലാണ് അവർ തിരക്കി ചെന്നത്. അവരുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗഫലിനെ തിരക്കി ഇങ്ങോട്ട് ആരും വരണ്ട, നൗഫലും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് സർജുവിൻ്റെ ഉമ്മ. ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്ന ആളെ നിങ്ങൾക്കറിയാമല്ലോ, പുള്ളി കാര്യം പറഞ്ഞത്. ഹായ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നടക്കാറുള്ള ഒരു യഥാർത്ഥ സംഭവത്തെ കുറിച്ച് തന്നെയാണ്. അതായത് നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള കുടുംബങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ. ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ എന്ന് വെച്ചാൽ 2 സുഹൃത്തുക്കൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്, ഹൃദയത്തോടെ ഒരു സ്വപ്നവുമായിട്ട്. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഒരാൾ മറ്റൊരാളെ അവോയ്ഡ് ചെയ്യുന്നു. എന്താണ് ഇതിന്റെ കാരണം? ഇത് എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ആവർത്തിച്ചുണ്ടാകുന്നത്? ഇവിടെ പറഞ്ഞു പറഞ്ഞത് സർജുക്ക എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ. ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം ആ ഒരു ചാനലില്. അതിലെ ഉമ്മയും മകനും ചേർന്ന് നടത്തുന്ന വീഡിയോസുകളാണ് ഏറെയും ഉള്ളത്. ശരിക്കും ബിഗ് ബോസിന്റെ ഒരു സീസൺ നടന്ന സമയത്താണ് ഇവര് വൈറലായത്. ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന സമയത്ത്. അതിനു മുൻപ് ഇവരുടെ ചാനൽ ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴൊന്നും ഇവിടെ ആർക്കും അറിയില്ലായിരുന്നു. ഈ ഒരു ഉമ്മയും മുന്നും ബിഗ് ബോസിന്റെ റിവ്യൂ ലാലേട്ടന്റെ അടുത്ത് വരെ എത്തിയൊക്കെ പോയ ആൾക്കാരാണ്. ഇവര് ബിഗ് ബോസ് കാണുന്നു, അതുപോലെ എയറിലാകുന്നു, അതിനുശേഷം അങ്ങ് വൈറലാകുന്നു. ഈ ഉമ്മയുടെ റിവ്യൂ കേൾക്കാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അത് പ്രത്യേകിച്ച് നമുക്കടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം അവരെ കുറിച്ച്. ഞാൻ പോലും ഈ ഒരു ബിഗ് ബോസിന്റെ റിവ്യൂ എടുക്കുന്ന സമയത്താണ് ഇവര് ഈ ഒരു ചാനൽ ശ്രദ്ധിച്ചതും. ഈ ഒരു ഉമ്മയുടെ ടോക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതിലെ ആകർഷണീയത എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും എന്നുള്ളതാണ്. ഇനി പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷിന്റെ ഭയങ്കര ഒരു ആരാധകയാണ് കേട്ടോ. അവരുടെ ചാനലിൽ എപ്പോഴും അനീഷിനെ കുറിച്ച് അവർ പറയാറുള്ളൂ. അനീഷിന് വോട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നേ കണ്ടതാണ്. അത്രയ്ക്ക് ഡൈഹാർട്ട് ഫാനാണ് അവര്. പക്ഷെ ഇവരെ കൂടാതെ തന്നെ ഒരാളും കൂടി ഇവരുടെ യൂട്യൂബ് ചാനൽ റിലേറ്റഡ് ആയിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് നമുക്ക് ആർക്കും അറിയില്ല. കാരണം ഈ ഒരു ഉമ്മയും മകനും വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ 2 സുഹൃത്തുക്കൾ ചേർന്നായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ ടൈമിലൊന്നും അവർക്ക് അത്രയധികം റീച്ച് ഒന്നും കിട്ടിയിരുന്നില്ല. അവർ 2 പേരും കൂടെ ചേർന്ന് ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ടതിന്റെ ഇടയിലാണ് ഈ ഒരു ഉമ്മയുടെ വീഡിയോ, ഈ ഒരു ഉമ്മ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നതും. അതായത് രസകരമായിട്ടുള്ള അവരുടെ കുറച്ച് ബിഗ് ബോസ് വീഡിയോസ് ആണ് അവർ റിയാക്ട് ചെയ്തത്. അതോടുകൂടി ഈ ഒരു ഉമ്മ അങ്ങ് വൈറലായി മാറുകയും ചെയ്തു. എന്തായാലും അവരുടെ വീഡിയോ വൈറലായതോടുകൂടി തന്നെ ഈ ഒരു നൗഫലിനെ ഈ സർജു അവോയ്ഡ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അവരുടെ ലൈവിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഹായ്, സർജു ആണ്. ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നു നൗഫലിനെ ഒഴിവാക്കിയോ, എന്താണ് പ്രശ്നം, ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പറയാമോ. ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, എൻ്റെ പേര് ആട്ടോടെ പറയുന്നത് വെട്ടി കളഞ്ഞിട്ട് കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ. എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് എനിക്കെന്നറിയത്തില്ല. ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് വന്നതിന് ശേഷം അവൻ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. എൻ്റെ അടുത്തേ വന്നിട്ടില്ല. എനിക്ക് പോകുന്ന വിവരം എല്ലാം പുള്ളിക്കറിയാം. പോകുന്ന സംഭവം ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ തലേന്നും അവൻ നാട്ടിൽ തന്നെ ഉണ്ട്. എന്നിട്ട് എൻ്റെ അടുത്തൊന്നും വന്ന് എപ്പോഴാണ് പോകുന്നതെന്നൊന്നും ചോദിച്ചില്ല. ഞാൻ മുടിയോട്ടാ പോയിട്ട് പോയിരുന്ന വീഡിയോ ഇട്ട്, ഡ്രസ്സ് എടുക്കാൻ പോകുന്നിട്ട് പോയിരുന്ന വീഡിയോ ഇട്ട്, ഇതൊന്നും കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചില്ല. നമ്മുടെ കൂടെ നിൽക്കുന്നവന് എന്തെങ്കിലും ഉമ്മ മുഖേന എനിക്കത് കിട്ടിയത്. ഉമ്മയാണ് റിവ്യൂ ചെയ്തിട്ട് 44,000 ഫോളോസ് കിടന്ന് നമ്മളിപ്പോൾ 1,13,000 ഫോളോസായി. അപ്പോൾ ഉമ്മയെ ഇഷ്ടപ്പെട്ട് ഉമ്മയുടെ വീഡിയോ കണ്ട് വന്നവരാണ് ഏറ്റവും കൂടുതൽ. അപ്പം ഈ ഉമ്മ അതിൽ കുറച്ച് ഇതായെന്ന് വെച്ചിട്ട് അതിലെന്താണ് ഇവൻ ഇത്ര ഈഗോ തോന്നാനുള്ള പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം വരാത്ത അത് ഞാൻ ഇത് ക്ലിയർ ആയിട്ട് പറയാൻ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ 90 വീഡിയോകൾ ഉമ്മ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തെ അവർ കമന്റെങ്കിലും ഇട്ടുണ്ടോ നോക്കുക. എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ ടിക്ടോക്ക് കാലഘട്ടം തൊട്ട് അവിടെ തൊട്ടേ മ്യൂസിക്കലി അതും എല്ലാം ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇവൻ ഗൾഫിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവനെ കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത് റീച്ച് ആവാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നത്, ഇവനൊരു ചാൻസ് കിട്ടും, അപ്പോൾ ഇവൻ മുഖേന എനിക്ക് കയറാം എന്ന് വിചാരിച്ചില്ല. കൊറോണയും കാര്യങ്ങളും വന്ന് ടിക്ടോക്ക് നിരോധിച്ച് നാട്ടിൽ വന്ന് 3-4 വർഷം ഇവൻ ഗൾഫിൽ പോയ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ആരുമായിട്ട് ചെയ്തില്ല. എൻ്റെ ഇത് പെറ്റതള്ളയാണ്. ഇവരുടെ കൂടെ തന്നെ എപ്പോഴും എപ്പോഴേലും ചെയ്യും. ഞാൻ ഉമ്മയുടെ വീഡിയോ ചെയ്തതിന് അവൻ ടൂർ പോയ സമയത്ത് എനിക്ക് വീഡിയോ ഇടാൻ ഓപ്ഷൻ ഇല്ലാതിരുന്ന സമയത്താണ് ഞാൻ ഉമ്മയുടെ വീഡിയോ വെറുതെ എടുത്തിട്ട്. അപ്പോൾ അവരുടെ പ്രായമുള്ള ഒരുപാട് പേർക്ക് അവരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ കടയിൽ നിന്ന് ഈ സമയമാണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ച കാര്യം അവന് ഭയങ്കര നാണക്കേടാണ്. കാര്യം എനിക്കും ഇത് നാണക്കേടാണ്. ഞാൻ തന്നെ കൂടെ കൊണ്ട് നടന്നിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അവൻ കേക്കൊക്കെ മുറിച്ച് ഇത്ര ആഘോഷിച്ച സ്ഥിതിക്ക് ഞാൻ ഇതിങ്ങോട്ട് പറയണമല്ലോ. ഫേസ്ബുക്കിൽ വന്നിട്ട് ഓരോരുത്തരും ഞാൻ നന്ദിയില്ലാത്തവൻ വന്ന വഴി മറന്ന് അത് ഇതെന്നൊക്കെ പറയുന്നത്. ഞാനൊരു ഫോൺ മേടിച്ച് മൈക്ക് മേടിച്ച്
ശരിക്കും പറഞ്ഞ ഇതൊരു നിസ്സാര കാര്യമാണ്. രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇവിടെ നൗഫൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. കുറച്ച് പേർക്ക് എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നമ്മളെ ഇന്നൊരാൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. നമുക്ക് അയാളെ ഇന്ന് വേണ്ടെങ്കിൽ നമുക്ക് അയാളെ ഇന്നലെ വേണ്ട, അത് വേറെ കാര്യം. പിന്നെ കുറേ ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഒരു സൈഡിൽ കൂടെ ഒരു മാസം കൊണ്ട് എൻ്റെ അവസ്ഥ എന്തോ എനിക്ക് മാത്രമേ അറിയാവൂ, എൻ്റെ കുറച്ച് കൂട്ടുകാർമാർക്ക് അറിയാം. പിന്നെ നമ്മളെ വേണ്ടാത്ത ആൾക്കാരെ നമുക്കും വേണ്ട. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി അയാൾ റിമൂവ് ആക്കുവാണ്. എന്നെ കാണിച്ചത് വിടോ അതെ ഓക്കെയാണ്. നമ്മളിതൊരു മായ്ച്ച് കളയുവാണ്. നമ്മളിനി പുള്ളിയായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മളിത് ഒഴിവാക്കുവാണ്. നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് ഇന്നലെ വേണ്ട. ഓക്കെ, നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ്. എല്ലാവരും കണ്ടോളാം. എന്തായാലും നമ്മൾ കളയും. ഇത് ഇളക്കാൻ പറ്റില്ല, നമ്മൾ തീരെ കളയാതെ വേറെ കാര്യം. ഓക്കെ, നമ്മളെ വേണ്ടാത്ത ആൾക്കാരെ നമുക്ക് ഇന്നലെ വേണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലോണം കൊത്തിപ്പോയി ഇതിനകത്ത് ഇളവുന്നില്ല. നമുക്ക് എങ്ങനെയായാലും ഇളക്കിയേ പറ്റില്ല. ഓക്കെ, ഇവിടെ വെച്ചാൽ കീറി കളഞ്ഞാലും കുഴപ്പമില്ല, വേറെ കുത്തന്നെ അടിക്കുന്ന കാര്യമില്ല. ഓക്കെ, ഞാനിപ്പോൾ കീറിയാലും പ്രശ്നമില്ല, നമുക്കിത് ഒഴിവാക്കണം. ഓക്കെ ആണല്ലോ. എല്ലാവരും കാണാം. ടാപ്പ് കുറച്ച് കീറി എന്നാലും കുഴപ്പമില്ല, നമുക്ക് പേര് ആവശ്യമില്ല. ഓക്കെ, റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടാപ്പ് കുറച്ച് കീറി എന്നാലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ വേറെ സ്റ്റിക്കർ എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാതെ വേറെ ആയിരുന്നു. അപ്പോൾ മനസ്സിലാക്കാം, നമ്മൾ ഇന്ന് വേണ്ടാത്തവരെ നമുക്ക് ഇന്നലെ വേണ്ട. എന്തായാലും വീഡിയോയ്ക്ക് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ഉണ്ട്. ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് നമ്മുടെ സർജു ലൈവിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തായാലും നമുക്ക് ബാക്കി സർജു പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ആലോചിച്ച് നോക്കിയാൽ മതി. ഞാനിത് മറുപടി പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഫേസ്ബുക്കിൽ കുറേ അവന്മാർ വന്നിട്ട് നാളെ തള്ളയും കൊണ്ടുപോയി വിൽക്കും എന്ന് പറയുന്നവന്മാർ, ഈ തന്തയില്ലാത്തവന്മാർക്കുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ പറയുന്നവന്മാർ ജസ്റ്റ് മെസ്സേജ് അയച്ച് എൻ്റെ അടുത്ത് ചോദിക്കാം എന്താണ് സംഭവം, തള്ളയും കൊണ്ടുപോയി വിൽക്കും എന്ന് പറയുന്നവന്മാർക്ക് എനിക്ക് മെസ്സേജ് അയച്ച് എൻ്റെ അടുത്ത് ചോദിക്കാം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ളത്. ഞാൻ എൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. നിങ്ങൾ നോക്ക്, 90 വീഡിയോ ഉണ്ട്, ഒരെണ്ണം പരിശോധിച്ച് നോക്കാൻ വേണ്ടി ഒരു കമന്റ് ഉണ്ടോ, എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ. ലാലേട്ടൻ്റെ അടുത്ത് പോയ വീഡിയോ പോലും ഒരു കമന്റ് വിട്ടിട്ടില്ല. എൻ്റെ അടുത്ത് എന്തിനും ദേഷ്യം കാണിക്കാൻ ഉമ്മ മുഖേന ഇത് ഒരു കാര്യം മനസ്സിലാക്കി, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവനായിരിക്കും ഏറ്റവും വലിയ നിങ്ങളുടെ ശത്രു. നിങ്ങൾക്ക് ഒരു നല്ലത് വന്നാൽ ഏറ്റവും ശത്രുവായിട്ട് മാറുന്നവനായിരിക്കും. ഞാനിത് തെറ്റ് ചെയ്തിട്ടില്ല. എപ്പോൾ വന്നാലും ഞാൻ വീഡിയോ എടുത്താൽ ഇനി ഞാൻ എടുക്കത്തില്ല, ഇനി ഞാൻ എൻ്റെ കൂടെ കൂട്ടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അതുപോലുള്ള ഒരാളെ കൂടെ കൊണ്ടുപോകാൻ കൊള്ളത്തില്ല. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്തില്ലെങ്കിലും നിങ്ങൾ എന്നെ ബ്ലോക്ക് ആക്കിയാലും കുറേ പേര് എന്നെ അൺഫോളോ ചെയ്ത് പോയാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇതല്ല എൻ്റെ ജീവിത മാർഗ്ഗം. ഞാൻ ഇവിടെ നാട്ടിൽ ഫ്രൂട്ട്സ് കടയാണ് നടത്തുന്നത്. സത്യാവസ്ഥ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ പഠിക്കുന്നു. ഉമ്മായ എന്നെയൊക്കെ ഒരുപാട് പറയുന്നത്, തള്ളയെ കിട്ടിയപ്പോൾ മോൻ ഇതായി, അവനെ അങ്ങ് പാവം അങ്ങ് കളഞ്ഞ് ഐസായിട്ട് അങ്ങ് ഒഴിവാക്കി. കാര്യം അറിയാത്തവരെ കൂടുതലും പറയുന്നത്. ഞാൻ ഇതുവരെ തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നോക്കാം, കമൻറ്റോ എല്ലാം ഇട്ടിട്ടുണ്ടോ, സ്റ്റോറി ഇട്ടിട്ടുണ്ടോ, എല്ലാവരും രണ്ടുപേരും ഫ്രണ്ടായിരുന്നല്ലോ. അല്ല, ഞാൻ ഇതൊരു കുറ്റക്കാരനല്ല. പിന്നെ ഇനി നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം, ചീത്ത വിളിക്കണേ ചീത്ത വിളിക്കാം, ബ്ലോക്ക് ആക്കണേ ബ്ലോക്ക് ആക്കാം, എന്ത് വേണേലും ചെയ്യും. ഞാൻ ഇതൊരു കുറ്റക്കാരനല്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ഒരു കുറ്റക്കാരനല്ല. ഞാനാണെങ്കിൽ ആരെൻ്റെ അടുത്ത് വന്നിട്ട് വന്നതിന് ശേഷം അവൻ്റെ അടുത്ത് മിണ്ടിയിട്ട് പോലും, മനസ്സിലായില്ലേ, എൻ്റെ അടുത്ത് മിണ്ടിയിട്ട് പോലും ഉമ്മയുടെ ഇത്രയും നാട്ടിലുള്ളവർ അംഗീകരിച്ചിട്ടും എവിടെ നിന്നൊക്കെ ആളുകൾ വന്ന് കാണുന്നു, സാരി മേടിച്ച് കൊടുക്കുന്നു, ഉദ്ഘാടനത്തിൽ എന്തിനെ വിളിച്ചിട്ടും ഇവൻ്റെ മൂത്തുമ്മയാണെങ്കിൽ അവരോടെങ്കിലും ഒരു നല്ല വാക്കവൻ പറയും. ഓടി നടന്ന് പരിസരം മൊത്തം എന്നെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് വന്നു ഞാൻ മെസ്സേജ് അയച്ചത്. കാര്യം ഞാൻ അവൻ്റെ പറഞ്ഞു, നാട്ടിൽ വന്നിട്ട് കുറേ നാളെ എനിക്ക് മെസ്സേജ് അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കൂടെ കൂമ്പാരാണ് നീ ഇത് കൊണ്ടുനടക്കലെന്ന് പറഞ്ഞു. ഞാൻ അവന് ചീത്ത വിളിക്കാറുണ്ട്. വീഡിയോ ചെയ്യുമ്പോഴും ചീത്ത വിളിച്ചാണ് ചെയ്യുന്നത്. ഞാനാണ് ഇത് ചെയ്യിക്കുന്നത് വീഡിയോ. അപ്പോൾ ഞാൻ അവനെ അനിയനല്ലേ നമുക്ക് കൂടെ നടക്കുന്ന ചീത്ത വിളിക്കാൻ പറയാം. സ്ക്രീൻ റെക്കോർഡ് ഉണ്ട്, ഞാൻ ഇടും. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെല്ലാം കാര്യം കള്ളത്തരങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അതെല്ലാം പുറത്ത് വിളിച്ച് പറയും, ആളുകളെ ഞെട്ടിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു നല്ലൊരു കൂട്ടുകാരനോ അനിയനോ ആരെങ്കിലും പറയൂ, ഒന്ന് ആലോചിക്കും. ഞാൻ ഇതിനൊരു മറുപടി ആയിട്ട് വരണ്ട, ഇതിന് നാണക്കേട്. എൻ്റെ കൂട്ടുകാരെല്ലാം പറയും, സർവീസ് നീ മറുപടി കൊടുക്കല്ലേ. അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മളെ തിന്നുക. ചിലർ വന്നിട്ടായി നന്ദി ഇല്ലാത്തവൻ, നീ തള്ളയുടെ ഇത്, നീ തള്ളയെ കൊണ്ടുപോയി വിൽക്കും, മറ്റത് മറിച്ചത്, നാണം ഇല്ലേ ഇങ്ങനെ പറയാം. നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ച് എൻ്റെ അടുത്ത് ചോദിച്ചൂടെ എന്താ സംഭവം എന്നുള്ളത്. സൂപ്പർമാൻ എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഐഡിയിൽ അവൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവിടെ നാട്ടിലുള്ള ഒരു പിള്ളേരുടെ അക്കൗണ്ടാണ്. അപ്പോൾ ആദ്യം അമ്മ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ എന്താ പറയുന്നത്, ഒരു മാസമായിട്ട് ഈ ദുഃഖം സഹിച്ച് വിഷമിച്ചാൽ ഇപ്പോൾ ഉള്ള കൂട്ടുകാരെല്ലാം ഇപ്പോൾ കിട്ടിയ കൂട്ടുകാരാണ്. ഞാനേ ഉള്ളായിരുന്നു പണ്ടവന്. അപ്പോഴത്തേക്ക് എന്നെ ഇത്രയും മോശക്കാരനായിട്ട് ആളുകളുടെ മുമ്പിൽ കാണിക്കുമ്പോൾ ഇത് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ പറയാതിരുന്നതാണ്. അപ്പോൾ കുറേ പേര് ഈ ഫേസ്ബുക്കിൽ വന്നിട്ട് സർജിക്കാൻ നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ പറ, എന്താണ് എൻ്റെ ഭാഗമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അവൻ്റെ ഭാഗം അവൻ പറഞ്ഞ് കേക്ക് മുറിച്ച് ആഘോഷിച്ചു. എൻ്റെ ഭാഗം ഞാൻ ഇതിലും പറഞ്ഞു തീർന്നതോടുകൂടി. ഞാൻ ഇനി കൂടെ കൂട്ടത്തില്ല. കാര്യം നിങ്ങളായാലും ആലോചിച്ചോ, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവനായിരിക്കും നിങ്ങൾക്കൊരു നല്ലത് വരുമ്പോൾ ഏറ്റവും വലിയ ശത്രു. അവന് വേണമെങ്കിൽ ഞങ്ങൾ അലണ്ടും പോയി വന്നതിന് ശേഷം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കായിരുന്നു. അവനെ എല്ലാ വീഡിയോയിലും കാണും, എല്ലാ ഇന്റർവ്യൂവിലും കാണും, എല്ലാത്തിലും കണ്ടാണ്. പക്ഷെ അവൻ കൂടെ നിന്നില്ല. കൂടെ നിന്നില്ലെന്ന് മാത്രമല്ല, മാറി നിന്ന് കുറ്റവും പറഞ്ഞു. കാര്യം കാണാൻ കാഴ്ചയിൽ അവൻ പാവമായിട്ട് ഞാൻ തണ്ടനായിട്ട് തോന്നും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വന്ന് ചീത്ത വിളിക്കും. ഇതാണ് സത്യാവസ്ഥ. എനിക്കൊരു പ്രശ്നമില്ല ഇതിൽ. പക്ഷേ ഇനി ഞാൻ അടുപ്പിക്കത്തില്ല. കാര്യം എൻ്റെ ഉമ്മയെ അംഗീകരിക്കാത്ത ഒരാളെ ഞാൻ അടുപ്പിക്കത്തില്ല. ഇനിയിപ്പോൾ വീഡിയോ ചെയ്തില്ലെങ്കിലും കുറേ പേര് അൺഫോളോ ചെയ്താലും ബ്ലോക്ക് ചെയ്താലും ഒന്നും കുഴപ്പമില്ല. ഈ ഉമ്മച്ചി ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. മോശമാവത്തേ ഇല്ല. എനിക്ക് പിന്നെ അവനോട് ദേഷ്യമില്ല. നല്ലത് കേട്ടെന്നേ ഞാൻ പറയുള്ളൂ. ഈ ഉള്ള കൂട്ടുകാരൊക്കെ എപ്പോഴും കാണണം. സർജിക്കട പേരൊക്കെ കയറി കളഞ്ഞിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഈ കൂട്ടുകാരെല്ലാം എപ്പോഴും കാണണം. അതുകൊണ്ട് അവൻ്റെ മൂത്തുമ്മ ഉമ്മാട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു നല്ലത്. കണ്ടിട്ട് പോലും ഇല്ല. ലാലേട്ടൻ പോയിട്ട് വന്നിട്ട് കണ്ടിട്ട് പോലും ഇല്ല. ഇനി അടുത്ത ഇനിയിപ്പം പുള്ളി ഇപ്പം കാര്യം ഞാൻ റിയാക്ട് ചെയ്യാനാണ് കാത്തിരിക്കുന്നത്. കാര്യം എന്തെങ്കിലും ചെയ്യാൻ വീഡിയോ വേണ്ടേ. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് റിയാക്ഷൻ ഒന്നുമില്ല. ഇത് ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയാണ് എടുത്തത്. 6-7 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് പേരൊന്നും കാണത്തില്ല. എന്തായാലും കുറച്ച് പേര് ഇത് കാണും. കാര്യം എനിക്കൊരു പ്രശ്നമില്ല. എന്നെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവരെപ്പോഴും എൻ്റെ കൂടെ കാണുന്നറിയാം. അല്ല ബ്ലോക്ക് ആക്കുന്നവർക്കും ചീത്ത വിളിക്കുന്നവർക്കൊക്കെ ചെയ്തിട്ട് പോവാം.
ബ്ലോക്ക് ആക്കി പോവാം, അൺഫോളോ ചെയ്ത് പോവാം. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഫേസ്ബുക്കിൽ തന്നെ അറിയുപോലും ചെയ്യാത്തവരെ ചേട്ടന്മാർ മാമമാരുടെ പ്രായമുള്ളവരൊക്കെ വന്നിട്ടാണ് പറയുന്നത് നന്ദിയില്ലാത്തവനാണ് നീ, വന്ന വഴി മറക്കത്തില്ല. ഞാൻ വന്ന വഴി മറന്നിട്ടില്ല. ഞാൻ വന്ന വഴിയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ വന്നത്. ഈ വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച് ഇത്രയും കാണിച്ചത് തന്നെ വളരെ കഷ്ടപ്പാടാണ്. ഒരു കണ്ടന്റ് ഉണ്ടാക്കുക, ഇരുന്ന് എഡിറ്റ് ചെയ്യുക, കുത്തിയിരുന്ന് മണിക്കൂറുകളോളം എഡിറ്റ് ചെയ്തിട്ട് അവരെ വീഡിയോ ഞാൻ ഇടുന്നത്. അത് ഞാൻ അവനെ മോശക്കാരനാക്കാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല അവന്. കമന്റിന് നൗഫൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഈഗോ തോന്നാറുണ്ട്. അപ്പോൾ എന്തിന് ഈ തള്ള അവിടെ ലാലേട്ടൻ്റെ അടുത്ത് പോയ ഒരു സംഭവത്തിന് ഇത്രയും ഈഗോ കാണിച്ചിങ്ങനെ മാറി നിന്ന് കുത്തണം? ശരി, ഇത്രയേ ഉള്ളൂ പറയാം. ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു ഭയങ്കര കുറ്റക്കാരനാവും. കാര്യം എൻ്റെ തുമ്മ പറഞ്ഞാൽ ഫേസ്ബുക്ക് ഒരുപാട് പേര് മോശം പറയുന്നു. നീ ഒരു വീഡിയോ ഇട്ടൊന്ന് പറ. ഇനിയിപ്പോൾ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തായാലും ആവട്ടെ. ഇഷ്ടമുള്ളവർ കൂടെ കാണും, അത്രയേ ഉള്ളൂ. ഇഷ്ടമുള്ളവർ എപ്പോഴും കൂടെ കാണും. എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ കണ്ടില്ലേ, ഇതൊക്കെയാണ് കാരണങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. നമ്മുടെ ഇടയിൽ രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഈഗോ പ്രശ്നം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് പറഞ്ഞു തീർക്കാതെ ഈ സോഷ്യൽ മീഡിയയിൽ അതിലിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഓരോ കണ്ടന്റിന് വേണ്ടി ഓരോരുത്തർ കാത്തിരിക്കുകയാണ് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ പോലെയുള്ള ആളുകൾ അതെടുത്ത് റിയാക്ട് ചെയ്യും, സ്വാഭാവിക, അത് ഉറപ്പാണ്. കാരണം നമുക്ക് കിട്ടുന്നത് ഒരു കണ്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാതെ നോക്കിയിട്ട് അത് എന്താ പറയുക, ബിഹൈൻഡിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. എനിക്ക് കേട്ടിട്ട് വലിയ പ്രശ്നമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ ലൈവ് വന്നതിന് ശേഷം നൗഫലും ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ സുഹൃത്തുക്കളെ, നൗഫലാണ്. ഇത് എത്രത്തോളം കേൾക്കും എന്ന് എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ ഒരു ഓട്ടത്തിൽ വന്നിട്ട് നിൽക്കുവാണ്. ഇവിടെ ഒരു പ്രോഗ്രാമാണ്, സ്കൂളിലെ പ്രോഗ്രാമാണ്. അപ്പോൾ എത്രത്തോളം ഞാൻ പറയുന്നത് വ്യക്തമാവും എന്ന് എനിക്കറിയില്ല. എന്നാലും ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടു, സർജുക്ക് ഇട്ടൊരു വീഡിയോ കണ്ടു. ഇന്നാണ് ഞാൻ കണ്ടത്. എന്നെ ഇൻസ്റ്റയിൽ ബ്ലോക്ക് ആക്കിയേക്കുവാണ്, എനിക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഫേസ്ബുക്കിൽ പുള്ളിക്കാരൻ ബ്ലോക്ക് ആക്കിയിട്ടില്ല. അതുകൊണ്ട് ഫേസ്ബുക്കിൽ എനിക്ക് കാണാൻ പറ്റി. അതിൽ കുറേ കാര്യമറിയാതെ കമൻറ്റ് ഇടുന്ന കുറേ ആൾക്കാർ, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നോ അതോ അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ആരെ വേണമെങ്കിൽ ആർക്കും വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഈ സർജു ഇത്രയും വാദോരാതെ കുറേ പ്രസംഗിച്ചല്ലോ. എനിക്കാണെങ്കിൽ ഈ സർജുനെ പോലെ ഇങ്ങനെ വലിച്ചു നീട്ടി വാദോരാതെ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. അവരുടെ സ്ക്രിപ്റ്റ് എഴുതി അത് പഠിച്ചിട്ട് അതിരുന്ന് പറയുന്ന കണക്ക് എനിക്ക് വാദോരാതെ സംസാരിക്കാൻ അറിയത്തില്ല. 7 മിനിറ്റ് 8 മിനിറ്റ് ഒക്കെ. ഞാനൊരു സാധാരണ ഒരു ആട്ടോ ഡ്രൈവർ തൊഴിലാളിയാണ്, ആട്ടോ ഓടുന്ന ഒരു സാധാരണ തൊഴിലാളിയാണ്. എനിക്ക് അത്രത്തോളം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ക്ഷമിക്കുക. പിന്നെ ഈ സർജു എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ എന്നുള്ളതിലുപരി ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സായിരുന്നു. കാരണം ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന ഇപ്പോഴല്ല ചെയ്യാൻ തുടങ്ങിയത്. ഞങ്ങൾ 6-7 കൊല്ലം കൊണ്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോഴൊന്ന് മനസ്സിലാക്കുക, ചേട്ടനാണ്, ചേട്ടനേക്കാൾ ഉപരി ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത് എന്തോ ഇപ്പം സൂപ്പർമാൻ്റെ ഏതോ അക്കൗണ്ട് എന്ന് പറഞ്ഞു. സൂപ്പർമാൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർമാൻ എനിക്ക് പണ്ടേ അറിയാം, ബ്രോയെ എനിക്ക് പണ്ടേ അറിയാം. ആ ബ്രോ ഞാനിങ്ങനെ വിഷമിച്ച് 1-2 മാസം കൊണ്ട് ഞാൻ വീഡിയോയിൽ വരുന്നില്ല, നിങ്ങളെല്ലാം കാണുന്നുണ്ട്, തിരക്കുന്നുണ്ട്, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഞാൻ എന്നിട്ടും ഒരു വാക്കുകൊണ്ട് പോലും അവരെ ഒരു കമൻറ്റിലോ ഒരു ഇതിലോ ഒന്നിലും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ആരെയും. നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് പരിശോധിക്കാം, ഞാനാണെങ്കിൽ ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതുപോലൊരു കമൻറ്റ് വന്ന് ചോദിച്ചപ്പോഴത്തേന് പുള്ളിക്കാരനാണെങ്കിൽ ആരോടോ എന്തോ റോങ് ആയിട്ട് എന്നെ പറ്റി സംസാരിക്കുന്ന ഒരു കമൻറ്റ് ഞാനത് കാണുകയും അതിന് ഞാൻ റിപ്ലൈ കൊടുക്കുകയും അങ്ങനെ ആ കമൻറ്റ് ബോക്സിൽ ഞാനും സർജു തമ്മിൽ ഫൈറ്റ് നടക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പിന്നെ ഈ ഒരു 2 മാസം, ഏകദേശം ഒരു 1-1.5 മാസം കൊണ്ട് സർജു എന്നെ ബ്ലോക്ക് ആക്കിയേക്കുവാണ് വാട്സപ്പിലൊക്കെ. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അവർ പറഞ്ഞ് പരത്തിക്കൊണ്ട് നടക്കുന്നത് എനിക്ക് 20,000 രൂപ അവർക്ക് അക്കൗണ്ടിൽ പൈസ വന്നപ്പോൾ 20,000 രൂപ എനിക്ക് തന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ മൊത്തം ആദ്യം ഒന്ന് പരക്കെ പരത്തിയായിരുന്നു. പക്ഷേ ഞാനത് നേരെ ഡയറക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നോട് പറഞ്ഞ ആളെ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തി തരാം, അതിനെനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ പറഞ്ഞ് പരത്തുമ്പോഴത്തേനും ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേനും നോക്കുക. പിന്നെ മെയിനായിട്ട് ഞാനാണെങ്കിൽ ഇവരുടെ തെറ്റാൻ കാരണം വേറൊന്നുമല്ല. ഒരു ദിവസം എനിക്കൊരു പ്രശ്നം വരുമ്പോഴത്തേനും എൻ്റെ കൂടെ നിൽക്കുന്നതാണ് ചേട്ടനായാലും മൂത്തമ്മയായാലും കൂട്ടുകാരായാലും ആരായാലും ഓക്കെ. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ആദ്യം അവരുടെ കടയിലാണ് അവർ തിരക്കി ചെന്നത്. അവരുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗഫലിനെ തിരക്കി ഇങ്ങോട്ട് ആരും വരണ്ട, നൗഫലും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് സർജുവിൻ്റെ ഉമ്മ. ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്ന ആളെ നിങ്ങൾക്കറിയാമല്ലോ, പുള്ളിക്കാരി ഇതുപോലെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സർജുവിനെ വിളിച്ചു. എന്തുകൊണ്ടാണ് സർജു അവർ ഇങ്ങനെ പറഞ്ഞത്? അപ്പോഴും പറഞ്ഞത് അങ്ങനെ പറയാൻ പറ്റും, ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. ആ ഒരു രീതിയിലാണ് അന്നും സർജു സംസാരിച്ചിരുന്നത്. അല്ലാതെ ഞാൻ ഇവരിച്ചിരി പൊങ്ങിപ്പോയോണ്ട് ഞാൻ അവരെ താത്തു പറയുകയോ അല്ലാതെ അവരെ ഇതാക്കാൻ ശ്രമിക്കുകയോ ഒന്നുമല്ല. മനസ്സിലായില്ല? പിന്നെ ഇതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ വീട്ടിൽ ചെന്നു. 5 മണിയായപ്പോഴത്തേക്കാണ് സാധാരണ ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് ഞാൻ ചെന്നപ്പോഴും സാർ ദേഷ്യപ്പെട്ടിട്ട് നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരുന്നത്? ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്. സാർ ചോദിച്ചത് അതേപോലെയാണ് ഞാൻ നിങ്ങളെ ചോദിക്കുന്നത്. ഇപ്പം എന്തിനാണ് ഞാൻ തള്ളിക്കൊണ്ട് വരുന്നത്? നിങ്ങൾ എന്തോ ഇച്ചിരി ഇതായപ്പോഴത്തേനാണെങ്കിൽ നിനക്ക് അസൂയം കുശും പോവല്ലയോ? അങ്ങനെ എങ്ങനെ ഇപ്പം നേരത്തെ വരെ അറിയാലോ, അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തു. ഞാനപ്പോൾ സർജുവിൻ്റെ അടുത്ത വാക്ക് ചോദിച്ചു, ഞാനിപ്പോൾ തിരിച്ചു പോകണോ എന്ന് ഞാൻ ചോദിച്ചു. ഞാനപ്പോൾ സർജുവിനോട് ചോദിച്ചു, ഞാനിപ്പോൾ തിരിച്ചു പോകണമെങ്കിൽ ഞാനിപ്പോൾ തിരിച്ചു പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ സർജു പറഞ്ഞു ഇന്ന് പോകണ്ട, നിന്നോളാൻ പറഞ്ഞു. വലിഞ്ഞേറി ചെന്ന ഞാനാണെങ്കിൽ പിന്നെ എന്നിട്ട് എന്നോട് പറഞ്ഞു വിളിക്കാം, ഇനി വിളിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി സന്തോഷം, ഞാനാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നേ ഉള്ളൂ. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ ഫോണിൽ ഒരു മിസ് കോളോ ഒരു മെസ്സേജോ പോലും വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഇവർ എവിടെയും പോയി രക്ഷപ്പെടുന്നതിന് എനിക്ക് ഒരു കണ്ണുകടി ഒന്നുമില്ല, ഒരു പ്രശ്നമല്ല എനിക്ക്. കാരണം ഞാനാണെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, സൈലന്റ് ആയിട്ട് ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്നെ കൊണ്ട് അവരത് ചെയ്യിച്ചിട്ട് അവരാണെങ്കിൽ രണ്ടുപേരോട് ഇരുന്നിട്ട് പറഞ്ഞ് അവർ നല്ല ആൾക്കാർ, ഞാൻ മോശം തന്നെയാണ്. ഞാൻ നന്നാണെന്ന് ഞാൻ ആരുടെ പറയുന്നില്ല, ഞാനും മോശം തന്നെയാണ്. ഞാൻ നന്നാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. കാരണം അവരെ കാണിച്ചത് വെറും മോശം പരിപാടിയാണ്. പിന്നെ നിങ്ങളുടെ അത്രയും അടുത്ത സുഹൃത്തും അനിയനും ഒക്കെ ആയി. ഇപ്പം നിങ്ങൾക്ക്
ആൾക്കാർ ഒരു നിങ്ങൾ എന്താ പറയുന്നത്, എനിക്ക് ഇപ്പോൾ ഒരു വണ്ടിയുണ്ട്, എൻ്റെ വണ്ടി ഞങ്ങളുടെ മാമ ഗൾഫിൽ നിന്നല്ലോ, ഗൾഫിൽ നിന്ന് വീഡിയോ എല്ലാം കണ്ടല്ലോ, അതിൽ ട്രാവലർ ഉണ്ടല്ലോ, ആ സ്ഥാനത്ത് എൻ്റെ ട്രാവലർ വരേണ്ടതാണ്. പക്ഷേ സർജു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് എൻ്റെ വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ സർജുവിൻ്റെ ഉമ്മായും ആ വണ്ടിയിൽ കയറില്ല, അവൻ്റെ കൂടെ വരില്ല എന്ന് പറയുന്ന രീതിയിൽ വരെ എത്തണമെങ്കിൽ ആർക്കാണ് അസൂയയും കുശുമ്പും ഉള്ളതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അല്ലാതെ എനിക്ക് ആരെയും തളർത്തണമെന്നോ താഴ്ത്തണമെന്നോ ഒന്നുമില്ല. എൻ്റെ ജീവിതമാർഗ്ഗം ഇതല്ല, എൻ്റെ ജീവിതമാണ് ഡ്രൈവിംഗ് ആണ്. ഞാൻ വണ്ടി ഓടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇപ്പോഴും വണ്ടിക്ക് അകത്തിരുന്ന് തന്നെയാണ് കാര്യം പറയുന്നത്. ഇപ്പോഴും രാവിലെ 5 മണിയാകുമ്പോൾ ഞാൻ വന്നിട്ട് ഒരു സ്കൂളിൽ പിള്ളേരെയും കൊണ്ട് അവർ സ്കൂളിൽ നിൽക്കുവാണ്, അവരെയും കൊണ്ട്. അല്ലാതെ എനിക്കാണെങ്കിൽ ആരെയും ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായില്ലോ? ഇത്രത്തോളം പ്രശ്നങ്ങൾ ഈ നടന്നിട്ടും അവർ പറയുന്ന അവർ നല്ല ആൾക്കാരും ഞാൻ പന്ന ആളുമാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ എല്ലാം തികഞ്ഞ ആളല്ല, ഞാനെല്ലാം തികഞ്ഞ് അങ്ങ് മേളിൽ നിൽക്കുന്ന ആൾക്കാരല്ല. ഞാനിപ്പോഴും താഴെ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. എനിക്കും വികാരവും വിചാരവും എല്ലാം ഉണ്ട്. ഇത് എത്രത്തോളം ആൾക്കാർ കാണുമെന്നോ എത്രത്തോളം ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുമെന്നോ ഇന്നും എനിക്കറിയത്തില്ല. എനിക്കൊരു പൊട്ട ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ട്. എൻ്റെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ എന്തൊക്കെയോ പറഞ്ഞല്ലോ, ഞാനെന്തോ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ. ഞാൻ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാ? ഉള്ള കാര്യം മാത്രമേ ഉള്ളൂ. പറയാനാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, സർജു പേടിക്കുക തന്നെ ചെയ്യും. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സർജു പേടിക്കുക തന്നെ. എനിക്ക് സർജിനെ പേടിപ്പിക്കണമെന്ന് സർജിന് ഒന്നും ചെയ്യണമെന്ന് ഒരു താല്പര്യമില്ല എനിക്ക്. കാരണം എന്നെക്കൊണ്ട് അവർ ചെയ്യിച്ചതാണ് ആ വീഡിയോ. ഈ 2 മാസമായി ഞാൻ വീഡിയോ ചെയ്യാതിരുന്നിട്ട് 2 മാസമായി. എന്നിട്ട് എന്താ ഈ 2 മാസം കൊണ്ട് ആ സർജിൻ്റെ പേര് എൻ്റെ വണ്ടിയുടെ പിന്നിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്താ കീറി കളയായിരുന്നത്? എനിക്ക് കിടക്കട്ടെ, താല്പര്യമില്ല. പിന്നെ നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിയിട്ടും പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ഓരോന്ന് പറയുമ്പോഴത്തേനും നമുക്കുണ്ടാകുന്ന ഒരു തരം വിഷമം. അത് ഞാനും മനുഷ്യനാണ്, ഞാനല്ലാതെ മൃഗമൊന്നുമല്ല, ഞാനൊരു മനുഷ്യൻ തന്നെയാണ്. എനിക്കും വികാരവും വിചാരവും ചിന്തയും എല്ലാം ഉള്ള ഞാനൊരു മനുഷ്യൻ തന്നെയാണ്. എനിക്ക് വന്ന വിഷമമാണ് ഞാൻ അവിടെ പറഞ്ഞ് കാണിച്ചിരുന്നത്. അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അതേ ഉള്ളൂ. അല്ലാതെ അവരോട് തർക്കിച്ചിരിക്കാനോ അവരുടെ അത്രയും ഫോളോവേഴ്സോ അതൊന്നും എനിക്കില്ല. എനിക്ക് അതിന് താല്പര്യമില്ല. എനിക്ക് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് പോലും ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഈ വീഡിയോയും എന്നെ സർജുവാണ് ചെയ്യിപ്പിച്ചത് എന്നെ കൊണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ, അതിൽ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു. ഈ പറയുന്ന ആൾക്കാർ ആദ്യം തൊട്ടുള്ള ഒരു വീഡിയോ പോലും കാണാത്ത ആൾക്കാരാണ് ഈ കമൻറ്റ് ഇടുന്ന മൊത്തം. അപ്പോഴത്തേന് നിങ്ങളൊരു കാര്യം ചെയ്യുക, ആദ്യം സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായ 2 കാര്യങ്ങളാണ്. അതിലൊന്ന് മെയിനായിട്ട് വിഷമം വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു വണ്ടിയുണ്ട്. എൻ്റെ വണ്ടി ഒരു എയർപോർട്ട് ഓട്ടം വന്ന് എന്നെ വിളിച്ച് ആ സെക്കൻഡ് കട്ട് ചെയ്ത് വിളിച്ച് കോൾ എടുത്തില്ല. അതിങ്ങനെ വിശദമായിട്ട് വേറെ ആളോട് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ കാര്യം അറിയുന്നത്. നൗഫലിൻ്റെ വണ്ടിയാണെങ്കിൽ ഞാനും, അതായത് സർജുവിൻ്റെ ഉമ്മ റജില എന്ന് പറയുന്ന വ്യക്തിയും ഇവർ രണ്ടുപേരും വരില്ല. അവർക്ക് ജീവൻ പണയം വെച്ച് അത് ഇരിക്കാൻ പറ്റത്തില്ല എന്ന് എന്തോ ഒരു ഡയലോഗ് വിട്ട് ഞാൻ അറിഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചതിൻ്റെ ദേഷ്യത്തിലാണ് എന്നെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തത്, മനസ്സിലാക്കണം. പിന്നെ ജീവൻ പണയം വെച്ച് അവർ പലയിടത്തും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. കൊല്ലത്തായാലും അവരെ കൊണ്ട് എവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി, അവർക്ക് 2 വീലറേ ഉള്ളൂ, കാറില്ല, ഒന്നുമില്ല. എൻ്റെ ഓട്ടോറിക്ഷയിലാണ് കൊല്ലത്ത് പോയാലും എവിടെ പോയാലും ഇവർ വന്നുകൊണ്ടിരുന്നത്. അന്നൊന്നും ഇവർക്ക് ഈ ജീവന് ഭയം ഇല്ലായിരുന്നു, എന്താ പറയുന്നത്, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ അവർക്ക് എന്താ കുറച്ച് ഹെഡ് വെയിറ്റ് ആയപ്പോഴത്തേന് എന്നെ ഒഴിവാക്കണം എൻ്റെ അടുത്ത് സർജു പറഞ്ഞിട്ടുണ്ട്. സർജു ഇനി എന്തോ ഇട്ട് കഴിഞ്ഞാലും അത് വൈറലാകും, നിന്നെ എനിക്ക് ഒഴിവാക്കി കഴിഞ്ഞാലും ഞാൻ എന്തോ എടുത്തിട്ടാലും എൻ്റെ വീഡിയോക്ക് റീച്ച് കിട്ടും. സർജു എന്നോട് പറഞ്ഞിട്ടില്ല. സർജു പറയട്ടെ, പറയാൻ ധൈര്യമുണ്ടെങ്കിൽ സർജു പറയട്ടെ. എന്നോട് സർജു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സർജു ഏത് വീഡിയോ ഇട്ടാലും ഇനി 100% റീച്ച് കിട്ടുമെന്ന് ഉറപ്പായി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കേൾക്കണം, വീഡിയോ സെപ്പറേറ്റ് ഇടാൻ തുടങ്ങി. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആണെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുകയും കൊളാബ് ചെയ്യത്തില്ല, നീ വേണമെങ്കിൽ ഞാൻ നിനക്ക് വീഡിയോ അയച്ചു തരാം, നീ അത് സെപ്പറേറ്റ് ഇടുക. അതെന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒഴിവാക്കണമെങ്കിൽ നോർമലായി പറഞ്ഞങ്ങ് ഒഴിവാക്കിയിരുന്ന ഞാൻ എൻ്റെ പാട്ട് നോക്കി പോയേനെ. 2 മാസം വരെ ഞാനാക്കി പറഞ്ഞു. 2 മാസം വരെ ഞാൻ സർജുനോട് ഒന്നും വേണ്ടിയില്ല, ഒന്നും കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് ചോദിച്ചു, സർജു ഞാൻ ഇതുപോലെയാണ്, ഞാൻ ഗൾഫിൽ കയറി പോട്ടെ. അതുവരെ അയാൾ പോകണ്ട എന്ന് പറഞ്ഞു. അയാൾ ഉടനെ പറഞ്ഞു, നീ പോകുന്നെങ്കിൽ പൊക്കോ, കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ടോക്ക് വന്നത്. അപ്പോൾ ഞാനും മനുഷ്യനാണ്, എനിക്കും വിഷമം വരും. എനിക്കിതിൽ കൂടെ എന്നെ എത്ര പേര് കളിയാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എത്ര ആൾക്കാർ സർജു നിന്നെ തുപ്പിയോ, നിങ്ങളോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. അതായത് സർജു നിന്നെ തുപ്പിയോ അങ്ങനെ മ്ലേച്ഛമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ചോദിച്ച ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ചൂണ്ടി ഓരോരുത്തരെ കാണിച്ചു തരാം. 5 ജംഗ്ഷനിൽ വന്നിട്ട് ഞാൻ ഓരോരുത്തരെ എടുത്തെടുത്ത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആരും താക്കണമെന്നോ ഒന്നുമില്ല. പക്ഷേ പറയാം, ഞാനും മനുഷ്യനാണ്. ഞാൻ ഈ 2 മാസം അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയാവൂ. അത് എനിക്ക് ഇനിയൊന്നും തൽക്കാലം വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റിയേ വിശ്വസിക്കുക, ഇല്ലേ തള്ളിക്കളയുക. ഓക്കെ. ആദ്യകാലമൊക്കെ എല്ലാം പെർഫെക്റ്റ് തന്നെയായിരിക്കും. 2 സുഹൃത്തുക്കൾ, ഒരു ക്യാമറ, ഒരു ഡ്രീം, ഇതെല്ലാം ചേർന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതൊരു വലിയ ത്രില്ലാണ്. പക്ഷെ സമയം പോകും തോറും ആ ഒരു ത്രില്ല് പതുക്കെ അതിൽ വിള്ളൽ സംഭവിക്കും. ശരിക്കും പറഞ്ഞാൽ 2 കൂട്ടുകാരുടെ ഇടയിൽ അവിടെ ഒരു വിള്ളൽ സംഭവിച്ചു തുടങ്ങും. നമുക്കറിയാം, യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ ഗ്രോത്ത് ഇരുവർക്കും തന്നെ ഒരുപോലെ ലഭിക്കണമെന്നൊന്നുമില്ല. ഒരാൾക്ക് കൂടുതലായിരിക്കും ക്യാമറ പ്രസൻസ്, മറ്റൊരാൾക്ക് എഡിറ്റിംഗ് സ്കില്ല്, നാച്ചുറലി ഓഡിയൻസ്, അങ്ങനെ ആളിലേക്ക് കൂടുതൽ കണക്ട് ആകും. ആ ഒരു ടൈമിലാണ് ഇൻസെക്യൂരിറ്റി, കമ്പാരിസൺ, ജലസി, ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ പതുക്കെ വന്നു തുടങ്ങും. ഇതാണ് അവോയ്ഡ് ചെയ്യലിന്റെ ആദ്യത്തെ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. ഇനി കണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുമ്പോൾ റോൾസ് ക്ലിയർ ആകാത്തത് വലിയൊരു പ്രശ്നം തന്നെയാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് പതുക്കെ ഉണ്ടാവുകയും കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ ആളുകൾ 1 സ്റ്റെപ്പ് ബാക്ക് എടുക്കുകയും ചെയ്യും. അതായത് ഇവരുടെ ഈ ഒരു കോംബോ മുമ്പേ ഉണ്ടായിരുന്നു. അന്ന് 44,000 എങ്ങാണ്ട് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന ടൈമിൽ ശരിക്കും നമുക്ക് ഈ ഒരു ടീമിന്, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ വീഡിയോസ് ഒന്നും അങ്ങനെ വലിയ രീതിയിലൊന്നും വൈറൽ ആയിട്ടില്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു വീഡിയോസ് ഏത് തരത്തിലാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇവിടെ ഒരു തുടക്കം എന്ന് പറയുന്നത്, ഈ ഒരു വിള്ളലിന്റെ തുടക്കം. ആദ്യ സമയത്തൊക്കെ എല്ലാം ഒരു ഫണ്ണാണെങ്കിലും പിന്നീട് ഇതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വർദ്ധിക്കും. ഒരാൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യും, മറ്റൊരാൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് തന്നെ പിന്നിലാകുകയും ചെയ്യും. എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാത്തപ്പോൾ ഡിസ്റ്റൻസും ആരംഭിക്കും. ഫ്രണ്ട്ഷിപ്പിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ഒരു സൈലന്റ് ഡിസപ്പോയിന്റ്മെന്റ് ആണ്. പതുക്കെ യൂട്യൂബിൽ ഒരു വളർച്ച കിട്ടുന്നതോടൊപ്പം തന്നെ പുതിയ ആളുകൾ വരും, ഇൻഫ്ലുവൻസേഴ്സ് വരും, ബ്രാൻഡ്സ് വരും, പുതിയ പുതിയ ക്രിയേറ്റേഴ്സ് വരും. പഴയ സുഹൃത്ത് വെറും ഒരു ഓപ്ഷനായിട്ട് തോന്നുന്ന ഒരു ഫേസ് അത് സ്വാഭാവികമായിട്ടും വരാം. അത് ഇന്റൻഷനൽ ആകാതിരിക്കുന്നുവെങ്കിലും അത് ഹേർട്ട് ആകുന്നത് സുഹൃത്തിന് തന്നെയാണ്. ഓരോ കണ്ടന്റ് ക്രിയേറ്റർക്കും ഒരു പേഴ്സണൽ ഐഡന്റിറ്റി അവിടെ ഫീൽ ഉണ്ടാകും. അതായത് ഈ ഒരു ചാനൽ എന്റെ ക്രിയേഷൻ ആണ്, മറ്റൊരാൾക്കും അതേ ഫീൽ തന്നെ. അതായത് ഈ ഒരു സൈലന്റ് ഈഗോ ക്ലാഷ് അവോയ്ഡ് ചെയ്യുന്നതിലേക്കാണ് ഇത് അവസാനിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ കാരണമാണ് സംസാരം കുറയുന്നു, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പോലും ഡിസ്കസ് ചെയ്യാതെ ഇത്രയും ദൂരം പോകുന്നത്. ഇതാണ് ഫ്രണ്ട്ഷിപ്പ് തകരാൻ കാരണമായിട്ടുള്ള ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്.